സൂര്യാസ്തമയം കാണാനുള്ള യാത്രയാണിത്. മറ്റൊരു പ്രത്യേകത കൂടി ഈ വീഡിയോയ്ക്കുണ്ട്. ഈ ചാനലിൻ്റെ ആദ്യത്തെ വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത്. ഞാൻ കണ്ട കാഴ്ചകളും അനുഭവങ്ങളും അതിൻ്റെ പൂർണ്ണതയിൽ നിങ്ങൾ എത്തിക്കാൻ കഴിയുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. ദുബായ് ചരിത്രത്തിൻ്റെയും വളർച്ചയുടെയും ഹൃദയഭാഗമെന്ന് വിളിക്കപ്പെടുന്ന ക്രീക്കിലേക്കാണ് നമ്മളുടെ യാത്ര. ദുബായ് മെട്രോയുടെ ഗ്രീൻ ലൈൻ വഴി നമുക്ക് അവിടെ എത്തിച്ചേരാം. ആർടിയുടെ നോൾ കാർഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ ഫെറി സർവീസ് ലഭ്യമാണ്. ക്രീക്ക് ഹാർബറിൽ നിന്നും ദുബായിയുടെ മറ്റു പല സ്ഥലങ്ങളിലേക്കും ഫെറി സർവീസസ് ആർടി നടത്തുന്നുണ്ട്. ഞങ്ങൾക്ക് പോകേണ്ടത് ഹാർബറിലായതുകൊണ്ടും കുറച്ചു മുൻപേ ഒരു ഫെറി അങ്ങോട്ട് പോയതുകൊണ്ടും ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അവിടെ ഇരുന്നുകൊണ്ട് ഗ്ലാസ് വിൻഡോയിൽ കൂടി ഞാനൊരു കാഴ്ച കണ്ടു. ഇങ്ങോട്ടേക്ക് വന്നതൊരു എക്സ്പെക്റ്റേഷൻ ഇല്ലാതെ ആയിരുന്നെങ്കിലും ഈ കാഴ്ച ഞങ്ങളൊരു കംപ്ലീറ്റ് സാറ്റിസ്ഫാക്ഷൻ വരുത്തി. പ്രകൃതിയുടെ മനോഹാരിത നിലനിൽക്കുന്ന നീലക്കടലിനും ആകാശത്തിനുമിടയിൽ മനുഷ്യനിർമ്മിതികൾ ഒരു ഹോളിവുഡ് സിനിമയുടെ ആമുഖത്തെ പ്രതിധ്വനിപ്പിക്കുന്ന രീതിയിൽ സൂര്യപ്രകാശത്തിൻ്റെ തിളക്കത്തിൽ ഉയർന്നു നിൽക്കുന്നു. ദുബൈയുടെ ഒരു വലിയ വാട്ടർ ഫ്രണ്ട് നഗര പദ്ധതിയാണ് ക്രീക്ക് ഹാർബർ. ദുബൈയിലെ ഏറ്റവും വലിയ റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പായ ഇമ പ്രോപ്പർട്ടീസും ദുബായ് ഹോൾഡിംഗ്സും ചേർന്നാണ് ഇത് വികസിപ്പിച്ചെടുത്തത്. ദുബായ് ക്രീക്കും പരിസര പ്രദേശങ്ങളും ദുബായിയുടെ പരമ്പരാഗത വ്യാപാര കേന്ദ്രങ്ങളായിരുന്നു. ഇതിൻ്റെ പൈതൃക പാരമ്പര്യത്തെ ആശ്രയിച്ചുകൊണ്ട് ഒരു പുതിയ സ്മാർട്ട് ഫ്യൂച്ചർ സിറ്റി ഉണ്ടാക്കുക എന്നതായിരുന്നു പദ്ധതിയുടെ പ്രാരംഭ ദർശനം. (2014 മുതൽ 2016 വരെയുള്ള കാലഘട്ടത്തിലാണ് ദുബായ് ക്രീക്ക് ഹാർബർ ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെടുകയും പ്രധാന മാസ്റ്റർ പ്ലാനുകൾ പുറത്തുവിടുകയും ചെയ്തത്. നഗരത്തിൻ്റെ പൈതൃകവും ഭാവിയും ഒന്നിച്ചു ചേർത്ത് ഒരു പുതിയ ഐക്കോണിക് വികസന മേഖല രൂപപ്പെടുത്തുക എന്നതാണ് ലക്ഷ്യം. ദുബായ് ക്രീക്ക് നൂറ്റാണ്ടുകളായി ദുബായിയുടെ വ്യാപാരവും ഗതാഗതവും സാംസ്കാരിക ജീവിതവും രൂപപ്പെടുത്തിയ പ്രദേശമാണ്. കപ്പൽ നിർമ്മാണം, മുത്തുവേട്ടക്കാരുടെ കേന്ദ്രീകൃത പ്രദേശം, പഴയ സൂക്കുകൾ ഇവയെല്ലാം ക്രീക്ക് പ്രദേശത്തിൻ്റെ പ്രധാന മുഖങ്ങളായിരുന്നു. ഇമാ ദുബായ് ഹോൾഡിംഗ് ചേർന്നൊരു പുതിയ വാട്ടർ ഫ്രണ്ട് നഗരം പ്രഖ്യാപിച്ചു. 2016 പ്രധാന മാസ്റ്റർ പ്ലാൻ പുറത്തു വന്നു. പ്രദേശത്തെ ദുബായിയുടെ ഭാവി എന്നതായി പ്രഖ്യാപിച്ചു. ഇതിൻ്റെ പ്രധാന ലക്ഷ്യം എന്നുള്ളത് ദുബായിയുടെ പൈതൃകത്തോട് ചേർന്നൊരു ആധുനിക സുസ്ഥിര നഗരം സൃഷ്ടിക്കൽ, അതേപോലെ ടൂറിസം, ബിസിനസ്, വാസസ്ഥലം എന്നിവയ്ക്കുള്ളൊരു പുതിയ കേന്ദ്രം രൂപപ്പെടുത്തൽ എന്നുള്ളതൊക്കെ ആയിരുന്നു. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻസിൽ വരുന്നത് ദുബായ് ക്രീക്ക് ടവർ, ക്രീക്ക് മറീന, ക്രീക്ക് ബീച്ച്, ദുബായ് സ്ക്വയർ, അതേപോലെ റാസൽ കൂ വൈൽഡ് ലൈഫ് സാങ്ച്വറി എന്നുള്ളതൊക്കെയാണ്. അടുത്ത അട്രാക്ഷനാണ് ക്രീക്ക് മറീന. ദുബായ് മറീന പോലെയൊക്കെ തന്നെയാണ്, എന്നിരുന്നാലും കുറച്ചുകൂടി ക്വയറ്റോ വാട്ടർ ഫ്രണ്ട് ലൈഫ് സ്റ്റൈൽ ആണ് ഇവിടെ ലക്ഷ്യമിട്ടിരിക്കുന്നത്. 4 കിലോമീറ്റർ അധികം നീളമുള്ള വാക്ക് വേ, റെസ്റ്റോറൻറ്റ്സ്, ഫാമിലി സോൺസ് എന്നിവയോടുകൂടിയാണ് ഇത് സജ്ജീകരിച്ചിരിക്കുന്നത്. ദുബായ് സ്ക്വയർ ആണ് അടുത്ത അട്രാക്ഷൻ. ഇമ പ്രോപ്പർട്ടീസും ദുബായ് ഹോൾഡിംഗും ചേർന്നാണ് രൂപകൽപ്പന ചെയ്തൊരു ടെക് ഡ്രിവൺ റീറ്റെയിൽ ഡെസ്റ്റിനേഷനായിട്ടാണ് ദുബായ് സ്ക്വയറിനെ കണക്കാക്കുന്നത്. ഇപ്പോഴുള്ള ദുബായ് മാളിനെക്കാട്ടിൽ വലിപ്പമുള്ളതാണ് ഈ ദുബായ് സ്ക്വയറിന്. ഏകദേശം 2027 ഇതിൻ്റെ കൺസ്ട്രക്ഷൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.
ദുബൈ സ്ക്വയറിനെ ഒരു ഇൻഡോർ സിറ്റി എന്നുള്ള രീതിയിലാണ് കണക്കാക്കുന്നത്. ഷോപ്പിംഗ്, എൻ്റർടൈൻമെൻറ്റ്, റെസിഡൻഷ്യൽ പ്രദേശങ്ങൾ എല്ലാം ഒരുമിച്ചുള്ള ഒരു സ്ഥലമായിട്ടാണ് കണക്കാക്കുന്നത്. റാസ് അൽ ഖോ വൈൽഡ് ലൈഫ് സാങ്ച്വറിയാണ് അടുത്ത അട്രാക്ഷനിൽ വരുന്നത്. ദുബൈ ക്രീക്കിൻ്റെ സ്വാഭാവിക എല്ലാ ജീവികളെയും സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു പ്രൊട്ടക്റ്റഡ് വെറ്റ്ലാൻഡ് എക്കോസിസ്റ്റം എന്നുള്ള രീതിയിലാണ് ഇതിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ്. UAE ഏറ്റവും പ്രാധാന്യമുള്ള പ്രകൃതി സങ്കേതങ്ങളിൽ ഒന്നാണിത്.